രാവിലെ എഴുന്നേറ്റ് ഫോൺ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധവാർത്തകളാണ്. പിന്നാലെ ക്രൂഡ് ഓയിൽ $100 കടന്നെന്ന അലേർട്ടും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ദലാസ് സ്ട്രീറ്റിലെ നിക്ഷേപകർക്ക് ഒന്ന് സമാധാനമായി ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ട ആ ആശ്വാസം ഈ തിങ്കളാഴ്ചയും തുടരുമോ, അതോ മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോകുമോ? സംഗതി നിസ്സാരമല്ല. നമസ്കാരം, ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. അടുത്ത ഒരാഴ്ച നമ്മുടെ പോക്കറ്റിനെയും പോർട്ട്ഫോളിയോയും വട്ടം കറക്കാൻ പോകുന്ന 5 വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വെറും കണക്കുകളല്ല, ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കഥയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 2026 മാർച്ചിലാണ്. സാധാരണ നിലയിൽ ഈ സമയത്ത് മാർക്കറ്റ് ഒരു ബാലൻസ്ഡ് മൂഡിൽ പോകേണ്ടതാണ്. പക്ഷേ ഗ്ലോബൽ ഓയിൽ മാർക്കറ്റിൽ നടക്കുന്ന വലിയൊരു റീസ്ട്രക്ചറിംഗ് നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കുന്നു. US-ഉം ഇറാനും തമ്മിലുള്ള ആ പിരിമുറുക്കം വെറുമൊരു വാർത്തയല്ല, അതൊരു സാമ്പത്തിക ബോംബാണ്. സെൻസസും നിഫ്റ്റിയും കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ട ആ വലിയ ചാഞ്ചാട്ടം ഈ ആഴ്ചയും തുടരാനാണ് സാധ്യത. ഇതിന്റെ പിന്നിലെ ആ 5 വില്ലന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ കാര്യം, യുദ്ധവും ക്രൂഡ് ഓയിലും തമ്മിലുള്ള വല്ലാത്തൊരു ബന്ധമാണ്. ഇപ്പോൾ ഇറാൻ ഉൾപ്പെട്ട ഈ സംഘർഷം കാരണം ലോകം മുഴുവൻ ക്രൂഡ് ഓയിലിന് ഒരു വാർ പ്രീമിയം നൽകേണ്ടി വരികയാണ്. $100 ക്രൂഡ് ഓയിൽ എത്തുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു ഇരട്ട പ്രഹരമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലിന്റെ 80% ഇറക്കുമതി ചെയ്യുന്നതാണ്. എണ്ണവില കൂടിയാൽ പെട്രോളിനും ഡീസലിനും വില കൂടും. അത് ട്രാൻസ്പോർട്ടേഷൻ ചെലവ് വർദ്ധിപ്പിക്കും. ഇവിടെയാണ് ട്വിസ്റ്റ് ഇരിക്കുന്നത്. ഇത് വെറും ഫ്യൂവൽ പ്രൈസ് മാത്രമല്ല, നിങ്ങൾ വാങ്ങുന്ന പച്ചക്കറി മുതൽ സോപ്പിന് വരെ ഇതിന്റെ പേരിൽ വില കൂടാം. ഇൻഫ്ലേഷൻ അഥവാ വിലക്കയറ്റം എന്ന് നമുക്കിതിനെ ലളിതമായി വിശേഷിപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിമാന കമ്പനികൾ, പെയിന്റ് നിർമ്മാതാക്കൾ, ലോജിസ്റ്റിക്സ്, ടയർ കമ്പനികൾ എന്നിവർക്ക് ഇത് തിരിച്ചടിയാണെന്നാണ്. എണ്ണവില താഴോട്ട് വന്നാൽ മാത്രമേ ഈ സെക്ടറുകളിൽ ഒരു ആശ്വാസം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ക്രൂഡ് ഓയിൽ ചാർട്ടിലേക്ക് ഒരു കണ്ണ് എപ്പോഴും വേണം. അതായത് എണ്ണവില നിയന്ത്രണത്തിലാകാതെ മാർക്കറ്റിൽ വലിയൊരു മുന്നേറ്റം ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യം കുറച്ച് ഗൗരവമുള്ളതാണ്. വെറും ഒരു യുദ്ധം മാത്രമല്ല, ലോകത്തെ എണ്ണ വിപണിയിൽ വലിയൊരു മാറ്റം നടക്കുകയാണ്. അമേരിക്ക അവരുടെ എണ്ണ ഉൽപാദനം കൂട്ടുന്നുണ്ടെങ്കിലും ഡിമാൻഡ് ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നു. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യയുടെയും ഒപെക് രാജ്യങ്ങളുടെയും നീക്കങ്ങൾ മാർക്കറ്റിനെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ഇതിനെ റീസ്ട്രക്ചറിംഗ് ഓഫ് ഗ്ലോബൽ ഓയിൽ എന്ന് വിളിക്കാം. ഇത് ഇന്ത്യയിലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ വലിയ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പെട്രോൾ വിലയിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നത് മാർക്കറ്റ് ഉറ്റുനോക്കുന്നുണ്ട്. മൂന്നാമത്തെ വിഷയം, വിദേശ നിക്ഷേപകരുടെ പോക്കും രൂപയുടെ തളർച്ചയുമാണ്. ലോകത്ത് എവിടെയെങ്കിലും ഒരു റിസ്ക് കണ്ടാൽ വലിയ ഇൻവെസ്റ്റേഴ്സ് ആദ്യം ചെയ്യുന്നത് പണം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുക എന്നതാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ രീതിയിലുള്ള പണം പിൻവലിക്കൽ നമ്മൾ കണ്ടു. ഇതിനൊപ്പം രൂപയുടെ മൂല്യം ഡോളറിനെതിരെ റെക്കോർഡ് താഴ്ചയിലേക്ക് നീങ്ങുകയാണ്. രൂപ ദുർബലമായാൽ നമ്മുടെ ഇറക്കുമതി ചെലവ് കൂടും. വിദേശികൾക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ മൂല്യവും കുറയും. അതുകൊണ്ട് അവർ വീണ്ടും പണം പിൻവലിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു വിഷമവൃത്തം പോലെയാണ്. സത്യം പറഞ്ഞാൽ വിദേശികൾ വിൽക്കുന്നത് നിർത്തിയാലേ നമ്മുടെ മാർക്കറ്റിന് ഒരു കോൺഫിഡൻസ് തിരിച്ചു വരും. നാലാമതായി നമ്മൾ നോക്കേണ്ടത് കടൽ കടന്നുള്ള ചില കാര്യങ്ങളാണ്. അമേരിക്കയിലെ സെൻട്രൽ ബാങ്ക് എന്ത് തീരുമാനിക്കും എന്നതാണ് എല്ലാവരുടെയും പേടി. പലിശ നിരക്ക് കുറയുമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഈ ഓയിൽ ഷോക്ക് വരുന്നത്. വിലക്കയറ്റം കൂടുമെന്ന് കണ്ടാൽ അവർ പലിശ നിരക്ക് കുറയ്ക്കാൻ മടിക്കും. ഇത് നമ്മുടെ IT കമ്പനികളെയും മറ്റു കയറ്റുമതി ബിസിനസ്സുകളെയും നേരിട്ട് ബാധിക്കും. വാൾസ്ട്രീറ്റിലെ ഓരോ ചലനവും പിറ്റേ ദിവസം നമ്മുടെ മാർക്കറ്റിലും നിഴലിക്കും. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞു കാണും, കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ മാർക്കറ്റിലുണ്ടായ ഇടിവ് നമ്മുടെ നിഫ്റ്റിയെയും താഴേക്ക് വലിച്ചിരുന്നു. അഞ്ചാമത്തെയും അവസാനത്തെയും കാര്യം മാർക്കറ്റിന്റെ സാമ്പത്തിക വശമാണ്. നിഫ്റ്റിയും സെൻസസും ഇപ്പോൾ ചില പ്രധാന സപ്പോർട്ട് ലെവലുകളിലാണ് നിൽക്കുന്നത്. ഇത് തകർക്കപ്പെട്ടാൽ മാർക്കറ്റ് ഇനിയും താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, മാർക്കറ്റ് മൊത്തത്തിൽ താഴേക്ക് പോകുമ്പോഴും ചില സെക്ടറുകൾ കരുത്ത് കാണിക്കാറുണ്ട്. ഡിഫൻസീവ് സെക്ടറുകളായ FMCG, ഫാർമ എന്നിവ ഈ വൊളാറ്റിലിറ്റിയിൽ ഒരു സുരക്ഷിത താവളമായേക്കാം. എന്നാൽ മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ കൈവശമുള്ളവർ ഒന്ന് ജാഗ്രത പാലിക്കണം. വലിയ ലാഭം തന്ന പല സ്റ്റോക്കുകളും പെട്ടെന്ന് താഴേക്ക് വരാൻ സാധ്യതയുള്ള സമയമാണിത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അടുത്ത ഒരാഴ്ച നിങ്ങളുടെ ക്ഷമ വളരെ ആവശ്യമാണ്. ഓരോ വാർത്ത കേൾക്കുമ്പോഴും പേടിച്ച് പാനിക് സെല്ലിംഗ് നടത്തരുത്. അതുപോലെ തന്നെ മാർക്കറ്റ് കുറിച്ച് കയറുമ്പോഴേക്കും വലിയ ആവശ്യത്തിൽ പണം ഇറക്കുകയും വേണ്ട. സത്യം പറഞ്ഞാൽ പണം കടം വാങ്ങി ട്രേഡിംഗ് ചെയ്യുന്നത് ഇപ്പോൾ ആത്മഹത്യാപരമാണ്. നല്ല ബാലൻസ് ഷീറ്റുള്ള, കടബാധ്യതകൾ കുറഞ്ഞ, എണ്ണവില കൂടിയാലും പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള കമ്പനികളെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വെക്കാം. പഠനത്തിന് വിധേയമാക്കാം, വിദഗ്ധരോട് ചോദിക്കാം. ഓർക്കുക, വൊളാറ്റിലിറ്റി എന്നത് മാർക്കറ്റിന്റെ ഭാഗമാണ്. മുൻപും യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം കടന്നുപോയിട്ടുമുണ്ട്. അച്ചടക്കമുള്ള നിക്ഷേപകർക്ക് മാത്രമേ ഇത്തരം സാഹചര്യങ്ങളിൽ വിജയിക്കാൻ കഴിയൂ. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്ട്രേഡ് അഡ്വൈസറുമായി സംസാരിക്കുക. മറ്റൊരു പ്രധാന വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.